ഹായ് ഹോൾ വെൽക്കം ബാക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയൊക്കെ പെട്ടെന്ന് ടൈമൊക്കെ കഴിയും. പക്ഷെ വൈകുന്നേരമായ എങ്ങനെയായാലും ടൈം കഴിഞ്ഞിട്ടില്ല. ഇതാണെങ്കിൽ ഉച്ചയ്ക്ക് ലേറ്റായിട്ട് ഉറങ്ങിയിട്ട് വൈകുന്നേരം ലേറ്റായിട്ട് എണീക്കണോണ്ട് തന്നെ ഞാനെപ്പോഴും ഒറ്റക്കുറുക്കനായിട്ട് ഇരിക്കലാണ്. ഇന്നെന്താ അറിയില്ല, ഇത് നേരത്തെ തന്നെ എണീറ്റ് വന്നിക്കണ്. 4 മണിയായപ്പോക്ക് എണീറ്റ് വന്നു. ഓന് ന്യൂഡിൽസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എണീറ്റ് വന്നത്. എന്നാൽ പിന്നെ അത് ഞങ്ങൾ രണ്ടാളും കൂടി ആക്കാമെന്ന് വിചാരിച്ചു. ഈ വീഡിയോയിൽ ഇസുവിനെ കാണുമ്പോൾ ഭയങ്കര നല്ല കുട്ടിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഓന് ഇങ്ങനെയൊന്നല്ല കേട്ടോ, എപ്പോഴും കരഞ്ഞും വാശിയടിച്ചു കൊണ്ടൊക്കെ നടക്കുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെ വാശിയെടുക്കുന്ന ടൈമിലൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് ഇസുവിനെ അധികം നല്ല കുട്ടിയായിട്ട് കാണുന്നത്. കാക്കു പറയും ഞാനാണ് ഓൻ്റെ വാശിക്ക് കാരണം എന്നൊക്കെ. ഞാൻ ഓനെക്കാളും വാശി അണിക്കുന്നതുകൊണ്ടാണ് ഓനിങ്ങനെ ചെയ്യണത് എന്നൊക്കെ. എനിക്ക് ഓനെ സോപ്പിട്ട് മയക്കാനൊന്നും അധികം കഴിയൊന്നുമില്ല. കാരണം ഓന് സോപ്പിടാൻ നിന്നാൽ ഓൻ തലയിൽ കയറുന്നൊരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ഞാൻ നല്ലയിലേക്ക് നിൽക്കുമ്പോൾ ഓന് അത് അടക്കാനൊക്കെ ആ ഗ്ലാസിൻ്റെ അടപ്പ് ഓന് വേണമെന്നാണ് പറയുന്നത്. അതിപ്പോൾ ഞാൻ ഓൻ്റെ കൈ കൊടുത്തില്ലെങ്കിൽ ഓൻ വാശിടിക്കും. അപ്പോൾ അത് കൊടുത്താൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഓന് ഞാൻ കൊടുക്കുന്നത് വീഡിയോയിൽ ഇനി കരഞ്ഞ് കൊളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് അത് പൊട്ടും എന്നുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ചായ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ചൂടുവെള്ളം എടുത്തുകൊണ്ട് ഞാൻ ചപ്പാത്തി കൂടിയും കുഴച്ച് വെച്ചിങ്ങനെ. ഉപ്പാക്കുള്ളൊരു 3 ചപ്പാത്തി മതി, അതുകൊണ്ടാണ് അത്ര കുറച്ചുണ്ടാക്കി. പിന്നെ പൊടിയും കമ്മി തന്നെയാണെന്ന്. അതുണ്ടാക്കുന്ന ടൈമിൽ ഇസുവിനൊരു സമാധാനമില്ലായിരുന്നു. കുറേ ടൈം ആയിക്കണ് കഴിക്കല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ചായക്ക് പഞ്ചസാരയൊക്കെ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ പഞ്ചസാര വരെ പാത്തക്കലാണ്, അല്ലെങ്കിൽ ഇതൊരു തൊയ്യം തരൂല എന്നുള്ളതുകൊണ്ട് തന്നെ ഓന് എപ്പോഴും മിഠായി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. അതില്ലെങ്കിൽ പിന്നെ പഞ്ചസാര ആയാലും മതി എന്ന് വിചാരിച്ചിട്ട് ചോദിച്ചുകൊണ്ട്. ചായയും നൂഡിൽസൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ സിറ്റൗട്ടിൽ ഇരുന്നാണ് കഴിക്കുന്നത്. അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ ബോറടിയൊന്നും ഉണ്ടാവില്ല. അകത്തുനിന്നാണെങ്കിൽ എന്താ അറിയില്ല, ഒരു ഒറ്റപ്പെട്ട ഫീലേക്കാരം വൈകുന്നേരമൊക്കെ. എന്നാൽ സിറ്റൗട്ടിൽ പോയിരുന്നാൽ ഭയങ്കരമായിട്ട് ആരൊക്കെയോ ഉള്ളൊരു പോലെ ഒരു ഫീലൊക്കെ ആയിക്കാരം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിക്കിന് അടുത്ത വിറ്റത്തെ താത്ത വന്നീനി ഇസോന് മിഠായി കൊണ്ട്. ഓന് പിന്നെ നൂഡിൽസൊക്കെ അവിടെ വെച്ചിട്ട് ആ മിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ കുറച്ചൊക്കെ നൂഡിൽസും കഴിക്കണമൊക്കെ ഉണ്ട്. ഫുള്ളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, ഒരു പകുതിയൊക്കെ ഓനങ്ങനെ കഴിച്ചിട്ടുള്ളൂ. പിന്നെ കുറേ നേരം താത്തയായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരം അതേപോലെ എല്ലാ ടൈമിലും ആ താത്ത ഉള്ളപ്പോഴാണ് ഞങ്ങൾക്ക് ആരൊക്കെയോ ഉള്ളൊരു ഫീലൊക്കെ വരല്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചപ്പാത്തി പരത്താൻ നിന്നു. പിന്നെ ചപ്പാത്തിൻ്റെ പൊടി ബാക്കിയില്ലായിരുന്നു അത് പരത്താൻ. ഞാനത് വിട്ടുപോയിനി. പിന്നെ ഇനി എന്താട്ടൊന്ന് വിചാരിച്ചിങ്ങനെ നോക്കി നിന്നപ്പോഴാണ് മൈദ കുറച്ച് അധികം തന്നെ ഉണ്ട്, എന്നാൽ അതിൽ പരത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിൽ പരത്തിയിട്ടാണോ എന്നറിയില്ല, അങ്ങനെ പരത്താൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നീണ്ടിങ്ങനെ വരാനൊക്കെ കുറേ പണിയെന്നു. പിന്നെ ഓനും പരത്തണം എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു ചപ്പാത്തിൻ്റെ ഇത് എടുത്ത് വെച്ചേക്കണ്. പിന്നെ ഓന് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഓനെന്നെ പരത്താൻ നിൽക്കുന്നുണ്ട്. അതിപ്പം ഓന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചപ്പാത്തി പണി ഓൻ്റെ മെയിൻ പണി തന്നെയാണ്. പിന്നെ ഞാൻ കറിക്ക് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് കുറേ ആലോചിച്ചപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ഉരുളങ്കിഴങ്ങ് ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയ രാവിലേക്കൊക്കെ കൂടി ഉള്ളതാവും എന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ നിന്ന് കിട്ടണില്ലായിരുന്നു, അത് ഫീസറിലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഉള്ളിയും മുട്ടിയും വാട്ടാന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ആക്കുന്നത് രാവിലെ ഞാൻ ഇന്ന് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്കുള്ളത് കൂടി സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞാനേക്ക് കിഴങ്ങും അതേപോലെ വല്ലുള്ളിയൊക്കെ ഇട്ട് കണ്ടാണ് ആക്കൽ. അതിൻ്റെ ഇടയിൽ പിന്നെ കാക്കു വന്നപ്പോൾ കാക്കു അതൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കഴുകാൻ നിൽക്കുകയാണ്. ഞങ്ങൾക്കിന്ന് പുറത്ത് പോകേണ്ട ആവശ്യം കൂടിയുണ്ട്, അതാണ് പെട്ടെന്ന് എല്ലാതും ആക്കുന്നത്. പിന്നെ വന്നിട്ട് കറിക്കുള്ളത് കൂടി റെഡിയാക്കാനൊക്കെ ചിലപ്പോൾ ടൈം കിട്ടൂല എന്ന് വിചാരിച്ചിട്ട്, ടൈം കിട്ടൂല എന്നല്ല, പിന്നെയും കിടക്കാൻ കുറേ ലേറ്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പം അവിടെ നല്ലയിലേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓന് എനിക്കൊരു പണിയൊന്നും അവിടെ ചെയറിൽ നിന്ന് കണ്ട് തന്നെ മൂത്രയിച്ചതാണ്. ഓന് ആദ്യമൊക്കെ അങ്ങനെ കാട്ടിലുണ്ടായിരുന്നു, നല്ലോണം മൂത്രയിക്കാൻ മുട്ടി എങ്ങനെയായാലും ഓൻ നേരെ പോയിട്ട് ചെയറിൽ കയറി നിന്ന് കണ്ടാണ് മൂത്രയിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഓൻ നല്ല കുട്ടിയായിരുന്നു. ഇപ്പോൾ ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല, അതിൽ നിന്നിട്ടാണ് മൂത്രയിച്ചത്. പിന്നെ അതൊക്കെ വേഗം തന്നെ നന്നാക്കിയപ്പോക്ക് അതിക്ക് പൊടികളൊക്കെ ഇടാനുള്ള ടൈം അധികരിച്ച് കഴിഞ്ഞിട്ട് വേഗം അതൊക്കെ കാക്കുവിന് ഇട്ടെടുത്തപ്പം കാക്കുവിൻ്റെ ബാക്കിയൊക്കെ മുട്ടക്കാക്കിയാണ്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അടുത്ത ദിവസം അളകിക്കൊണ്ടിരുന്ന് വേറെ എന്തിനല്ല അനിയൻ വന്നപ്പോൾ 2 ഫ്രൂട്ടി ഇടുന്നതാണ്. അത് ഒന്ന് ഉമ്മാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കാക്കുൻ്റെ നിന്ന് വാശിയടിച്ച് വാങ്ങാണ്. കാക്കു അത് കുടിക്കാൻ നിന്നിട്ട് സമ്മതിക്കാതെ കാക്കുൻ്റെ തന്നെ മേടിച്ചെടുത്തതാണ്. എന്നാൽ എൻ്റെ കൈ തന്നിട്ട് ഓന് പിന്നെ അത് വല്ല വാങ്ങിയാണ്ട് ഓനെന്നെ കുടിക്കാനാണ് നിന്നത്. പിന്നെ ഞാൻ ചപ്പാത്തി അതേപോലെ മുട്ടയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഒരു പാത്രത്തിലാക്കിയാണ്ട് അങ്ങനെ അടച്ചു വെച്ചു. പിന്നെ രാവിലെ കറിക്കുള്ളതും അങ്ങനെ അടച്ചിട്ട് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ ആയാൽ പിന്നെ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഇട്ടുകാണ്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ പിന്നെ അതിന് കൂടി ടൈം ആകുമ്പോൾ എനിക്ക് നേരത്തെ തന്നെ കടിയൊക്കെ ആക്കണം. അപ്പോൾ പിന്നെ ആയി കിട്ടൂല. ഇത് പിന്നെ കാക്കുവിനോട് ഇസുവിനെ പെട്ടെന്ന് മാറ്റിച്ചെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയച്ചതാണ്. രണ്ടും കൂടി അവിടെ കച്ചറ കൂടിയിട്ട് ലാസ്റ്റ് വാപ്പി മാറ്റേണ്ട, ഞാൻ മാറ്റി തന്നാൽ മതി പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്നെ കൊണ്ട് തന്നെ മാറ്റിച്ചു. പിന്നെ ഞങ്ങൾ ചന്തയിലൊക്കെ പോയി സാധനം വാങ്ങി പോന്നപ്പോൾ ചായയൊക്കെ കുടിച്ചിന്. ഇസുവിന് കടയിൽ നിന്ന് ചായ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓന് എവിടെ പോയാലും കടയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ ഓന് സമൂസ മതി എന്ന് പറഞ്ഞിട്ട് അതാണ് എടുക്കൽ. എത്തിയേക്കന് പിന്നെ എല്ലാതും എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇപ്പം തന്നെ എടുത്ത് വെച്ചില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഭയങ്കര മടിയേക്കാനും. അതിങ്ങനെ ഓരോന്നും മാറ്റി വെച്ചെടുത്തേക്കാനാണ് ഭയങ്കര പണി. പിന്നെ ഞങ്ങൾ പോന്നപ്പോൾ കുറച്ച് ഉപ്പിലിട്ട സാധനമൊക്കെ മേടിച്ചിനി. അത് കാക്കും ഇസും കൂടിയാണ്ട് അപ്പം തന്നെ തിന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ എല്ലാവരുടെ നിന്നും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ എടുത്ത് നോക്കി. എന്താ അറിയില്ല, ഒരു വാടി ചൊയ്ക്കുണ്ട്. ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടിട്ട് വാടിയൊരു ടേസ്റ്റൊക്കെയാണ്. പിന്നെ അധികം ഉപ്പും സുറുക്കിയൊന്നുമില്ല. എനിക്കാണെങ്കിൽ നല്ല ഉപ്പും സുറുക്കിയും എരിവൊക്കെ ഉള്ളതാണ് കൂടുതലിഷ്ടം. പിന്നെ എങ്ങനെയായാലും കഴിക്കുന്നുള്ളത് വേറെ കാര്യം കൂടിയുണ്ട്. എല്ലാതും വേറിട്ട് സെറ്റാക്കി വെക്കുന്നതാണ് ഏറ്റവും വലിയ പണി. അത് റെഡിയാക്കി വെക്കാതെ ഫ്രിഡ്ജൊക്കെ വെച്ചാൽ പിന്നെ എന്തിനേലും ആവശ്യത്തിന് എടുക്കുമ്പോൾ അത് റെഡിക്ക് എടുക്കാൻ ബുദ്ധിമുട്ട് വയ്ക്കാനും ഓരോന്ന് കാണാനല്ലാതെ ലാസ്റ്റ് കേടന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാതും തരംതിരിച്ചിട്ടിങ്ങനെ ആക്കിയെടുക്കുന്നത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മാങ്ങയൊക്കെ മേടിച്ചിനി എന്നുള്ളത്. അത് ഉള്ളിലായതുകൊണ്ട് തന്നെ കണ്ടില്ല. ഫ്രിഡ്ജിൽ ഇപ്പോൾ നിറച്ച സാധനങ്ങളായതുകൊണ്ട് ഏതെങ്കിലും ഒരു സാധനം ഓർമ്മ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ഉള്ളിൽ അങ്ങനെ കിടക്കുന്നീക്കാരും. പയ്യത് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെറിയൊരു കവറിലാക്കി വെച്ചു. പിന്നെ ബാക്കിയൊക്കെ ഞാൻ ബോക്സ് ഉള്ളതൊക്കെ ബോക്സൊക്കെ ആക്കിയിട്ട് അല്ലാത്തതൊക്കെ ഞാൻ കവറിലാക്കിയാണ്ട് അങ്ങനെ സെറ്റാക്കിയാണ്ട് എടുത്തൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് പോന്നപ്പോൾ കുറച്ച് പോപ്കോണും കാര്യങ്ങളൊക്കെ മേടിച്ചിനി. അതൊക്കെ ഒരു കഴിച്ചതിൻ്റെ ബാക്കിയാണ് കാക്കു യൂസും. അതൊക്കെ ഞാൻ എടുത്തേക്കുണ്ട്. പിന്നെ ഈ മുറും ഈ ചെറിയ സംഭവമൊക്കെ ഞാൻ അവിടെ നിന്ന് നല്ലൊരു, എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഒരു ക്യൂട്ടായിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ മേടിച്ചതാണ്. ടേബിൾ മേലും അതേപോലെ നിലത്തൊക്കെ കുറച്ചൊക്കെ പരന്നേക്കണ്. അതൊക്കെ ഇസു തന്നെയാണ് ക്ലീൻ ചെയ്തത്. പിന്നെ ഫുഡ് വേസ്റ്റും അല്ലാത്ത വേസ്റ്റൊക്കെ ആണെങ്കിലും ഒക്കെ ഒന്നിക്കാനും കൊണ്ടിടുക. അതുകൊണ്ട് ഞാൻ എടുത്തിടാന്ന് പറഞ്ഞിട്ടും ഓൻ തന്നെ അതൊക്കെ വൃത്തിയാക്കി വെച്ചേക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടിയും ചെയ്യോണ്ടു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഇൻഷാ അല്ലാ. ബൈ ബൈ.